രാമായണം 11-ാം ദിവസം. ആരണ്യകാന്ഡം. ബാലികേ ശുകകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനീരതനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജ ദലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപാരായണൻ പരമാത്മാവുതന്റെ ലീലകൾ കേട്ടാൽ മതിയാകുകില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളും അതിലും വിശേഷിച്ചു സാരമായോരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകന്ന് കേട്ടു പൈങ്കിളി ചൊന്നാൾ. പ്രത്യൂഷസിദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ടരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാൻ അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിതേ തപോനിതേ ഞങ്ങളെ പെരുവഴി കൂട്ടണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടരുൾ ചെയ്തു. ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി 4 പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാൻ നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം. സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു നേരം പിന്നിട്ടാരുടൻ 1 യോജന വഴിയപ്പോൾ മുന്നിലമ്മാർ അങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജ രക്താൽപല പുല്ല പുഷ്പേന്ദീവര ശോഭിതമച്ച ജലം തോയപാനവും ചെയ്തു.